measurement of national income or methods of measuring national income. Or the national income can be viewed from three angles. So one view from the production side, another view from income side, or the third view from the expenditure side. So a national income can be measured via three methods. One method is an output method or value added method. This is the product view. Another method to calculate a national income is the income method, or so from the income side or the view from the income. And the third is the expenditure view or the expenditure method. അപ്പോൾ നാഷണൽ ഇൻകം കാൽക്കുലേഷന് വേണ്ടി മൂന്ന് വ്യത്യസ്ത മെത്തേഡിലൂടെയാണ് നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുന്നത്. വൺ വ്യൂവിൽ നമ്മൾ പ്രൊഡക്ഷൻ സൈഡിലാണ് അല്ലെങ്കിൽ പ്രൊഡക്റ്റ് വ്യൂവിലാണ് നമ്മൾ കാണുന്നത് പ്രൊഡക്ഷൻ ഓഫ് ഔട്ട്പുട്ട്. ഓക്കെ, അതിനെയാണ് നമ്മൾ ഔട്ട്പുട്ട് മെത്തേഡ് അല്ലെങ്കിൽ വാല്യൂ ആഡഡ് മെത്തേഡ് എന്ന് പറയുന്നത്. And the second method as a generation of income or from the income side, we call it as an income method. And the third method is an expenditure method, so from the expenditure view. അപ്പോൾ നാഷണൽ ഇൻകം മെഷർ ചെയ്യാനായിട്ട് മൂന്ന് വ്യത്യസ്ത മെത്തേഡുകൾ യൂസ് ചെയ്യാറുണ്ട്. ഒരു മെത്തേഡ് എന്ന് പറയുന്നത് ഔട്ട്പുട്ട് മെത്തേഡാണ്. നമ്മൾ പ്രൊഡക്ഷൻ ഔട്ട്പുട്ടിൻ്റെ പ്രൊഡക്ഷൻ നോക്കിയിട്ടാണ്. ഓക്കെ, മറ്റൊരു വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻകം സൈഡിൽ നോക്കിയിട്ടാണ്. അതിന് നമ്മൾ ഇൻകം മെത്തേഡ് എന്ന് പറയുന്നു. തേർഡ് വ്യൂ ആൻഡ് എക്സ്പെൻഡിച്ചർ മെത്തേഡാണ്. ഓക്കെ, ആദ്യം നമ്മൾ വാല്യൂ ആഡഡ് മെത്തേഡ് അല്ലെങ്കിൽ പ്രൊഡക്റ്റ് മെത്തേഡിനെ കുറിച്ച് നോക്കാം. അപ്പോൾ ഓരോ നമ്മളിപ്പോൾ പറയുകയാണ് പ്രൊഡക്റ്റ് മെത്തേഡിൽ പറയുമ്പോൾ നമ്മളിവിടെ എടുത്തു കൊടുത്തിരിക്കുന്ന ഡെഫിനിഷൻ തന്നെ ഇതാണ്: എ കോൺട്രിബ്യൂഷൻ ഓഫ് ഈച്ച് എൻ്റർപ്രൈസ് ടു ദ ജനറേഷൻ ഓഫ് ഫ്ലോ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ഈസ് മെഷേർഡ്. അപ്പോൾ ഒരു പെർട്ടിക്കുലർ ഇയർ ഇവിടെ കൊടുത്തിരുന്നതാണല്ലോ, നാഷണൽ ഇൻകം ഈസ് ഈക്വലൻ ടു ദ മണി വാല്യൂ ഓഫ് ഓൾ ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ്ഡ് ബൈ ഓൾ സെക്ടേഴ്സ് ഇൻ ദ കൺട്രി ഡ്യൂറിങ് എ ഇയർ. അപ്പോൾ എല്ലാ തരത്തിലുള്ള മണി വാല്യൂ ഓഫ് ഓൾ ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ്ഡ് ബൈ ഓൾ സെക്ടേഴ്സ്. ഓക്കെ, ഓൾ ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ്ഡ് ബൈ ഓൾ സെക്ടേഴ്സ്, അവരുടെ മണി വാല്യൂ ആണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ കോൺട്രിബ്യൂഷൻ ഫ്രം ഈച്ച് എൻ്റർപ്രൈസസ് ടു ദ ജനറേഷൻ ഓഫ് ഫ്ലോ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ഈസ് മെഷേർഡ്. എന്തെങ്കിലും ഇതിനകത്തേക്ക് ആഡ് ചെയ്യപ്പെടണം. ഓക്കെ, നമ്മളത് GNP ഒക്കെ നമ്മൾ നോക്കിയപ്പോഴൊക്കെ നമ്മൾ അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തെങ്കിലും പുതിയതായിട്ട് ആഡ് ചെയ്യപ്പെടുന്നുണ്ടോ. അപ്പോൾ ഇവിടെ മെഷർ ചെയ്യുന്നത് നെറ്റ് വാല്യൂ ആഡഡ് അറ്റ് ഫാക്ടർ കോസ്റ്റ് ബൈ ഈച്ച് പ്രൊഡക്റ്റീവ് എൻ്റർപ്രൈസസ് ആസ് വെൽ ആസ് ബൈ ഈച്ച് ഇൻഡസ്ട്രി ഓർ ഈച്ച് സെക്ടർ ഈസ് എസ്റ്റിമേറ്റഡ്. അതാണ് ഇവിടെ പറഞ്ഞത്, കോൺട്രിബ്യൂഷൻ ഓഫ് ഈച്ച് എൻ്റർപ്രൈസസ് ടു ദ ജനറേഷൻ ഓഫ് ഫ്ലോ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ഈസ് മെഷേർഡ്. ഇപ്പോൾ ഇവിടെ നമ്മൾ കൊടുത്തിട്ടുള്ള ഇത്ര തന്നെയാണ്: ഈച്ച് പ്രൊഡക്റ്റീവ് എൻ്റർപ്രൈസസ് ആസ് വെൽ ആസ് ബൈ ഈച്ച് ഇൻഡസ്ട്രി ഓർ ഈച്ച് സെക്ടർ ഈസ് എസ്റ്റിമേറ്റഡ്. അപ്പോൾ ഇൻഡസ്ട്രിയൽ സെക്ടറിനെ നമ്മൾ ക്ലാസിഫൈ ചെയ്യുകയാണ്. അതിൻ്റെ ആക്ടിവിറ്റീസൊക്കെ അനുസരിച്ച് നമ്മൾ ഇൻഡസ്ട്രിയൽ സെക്ടറിനെ തിരിക്കുകയാണ്. ഫസ്റ്റ് സെക്ടർ ഇസ് എ പ്രൈമറി സെക്ടർ. പ്രൈമറി സെക്ടറിൽ നമുക്കറിയാം അഗ്രികൾച്ചർ ആൻഡ് അലൈഡ് ആക്ടിവിറ്റീസ്, അതുമായി ബന്ധപ്പെട്ട് എല്ലാം, ഫോറസ്ട്രി, ഫിഷിംഗ്, മൈനിങ് ആൻഡ് ക്വാറിങ്, ഇതാണ് നമ്മൾ പ്രൈമറി സെക്ടറിൽ വരുന്നത്. എൻ്റെ സെക്കൻഡറി സെക്ടറിൽ മാനുഫാക്ചറിങ് ആണ് വരുന്നത്. അപ്പോൾ ഇൻഡസ്ട്രിയൽ സെക്ടറിനെ അതിൻ്റെ ആക്ടിവിറ്റിക്ക് അനുസരിച്ച് തിരിക്കുമ്പോൾ മാനുഫാക്ചറിങ് എന്ന് പറയുന്നത് സെക്കൻഡറി സെക്ടറിനകത്താണ് വരുന്നത്. ഇനി ടെറിഷറി സെക്ടർ അല്ലെങ്കിൽ സർവീസ് സെക്ടർ എന്ന് നമ്മൾ പറയുന്നത്, അതിൽ പെടുന്നതാണ് ബാങ്കിങ്, ഇൻഷുറൻസ്, ട്രാൻസ്പോർട്ട് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, ട്രേഡ് ആൻഡ് കൊമേഴ്സ് ആൻഡ് അതേഴ്സ്. അപ്പോൾ ആക്ടിവിറ്റിക്ക് അനുസരിച്ച് ഇൻഡസ്ട്രിയൽ സെക്ടറിൽ അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ഈച്ച് സെക്ടറിൻ്റെ കോൺട്രിബ്യൂഷൻ എന്താണ്, ഈച്ച് പ്രൊഡക്റ്റീവ് എൻ്റർപ്രൈസസ് as well as by each industry or sector is estimated in the value added method. അതുകൊണ്ടാണ് നമ്മൾ ഓരോന്നിനും നമ്മളിവിടെ തിരിച്ച് നമ്മൾ നോക്കുന്നത്. ഈ പറയുന്ന എല്ലാത്തിനെയും നമ്മൾ എടുക്കുന്നുണ്ട്. ഓക്കെ,
എസ്റ്റിമേഷൻ ഓഫ് നെറ്റ് വാല്യൂ ആഡഡ്. അപ്പോൾ അതിലെ ഫസ്റ്റ് എസ്റ്റിമേഷൻ നമ്മൾ പറയുന്നത് വാല്യൂ ഓഫ് ഔട്ട്പുട്ട്. വാല്യൂ ഓഫ് ഔട്ട്പുട്ട് അതെങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ വോളിയം ഓഫ് ഫിസിക്കൽ ഔട്ട്പുട്ട് ഓഫ് ഈച്ച് പ്രൊഡ്യൂസിങ് എൻ്റർപ്രൈസ് മൾട്ടിപ്ലൈഡ് ബൈ ദ മാർക്കറ്റ് പ്രൈസ്. നമ്മൾ മൈക്രോ എക്കണോമിക്സ് പഠിച്ചപ്പോഴും നമ്മളിത് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത് എത്രയാണ്, വോളിയം ഓഫ് ഫിസിക്കൽ ഔട്ട്പുട്ടിൻ്റെ അത് നമ്മൾ മാർക്കറ്റ് പ്രൈസുമായിട്ട് തട്ടിച്ച് നോക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ വോളിയം ഓഫ് ഫിസിക്കൽ ഔട്ട്പുട്ട് ബൈ ദ ഈച്ച് എൻ്റർപ്രൈസസ് മൾട്ടിപ്ലൈഡ് ബൈ ദ മാർക്കറ്റ് പ്രൈസ്. അപ്പോൾ കറൻറ്റ് മാർക്കറ്റ് പ്രൈസ് എത്രയാണ്, ഈ പ്രൊഡ്യൂസ് ചെയ്ത അല്ലെങ്കിൽ ഈ ഔട്ട്പുട്ടിൻ്റെ മാർക്കറ്റ് പ്രൈസ് എത്രയാണ്, അതാണ് വാല്യൂ ഓഫ് ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. ഇനി വാല്യൂ ഓഫ് ഇൻ്റർമീഡിയറ്റ് കൺസംഷൻ അതും ഇതുപോലെ തന്നെ എസ്റ്റിമേറ്റഡ് യൂസിങ് ദ പ്രൈസ് പെയ്ഡ് ബൈ എ പ്രൊഡ്യൂസിങ് യൂണിറ്റ് ടു അതർ പ്രൊഡ്യൂസിങ് എൻ്റർപ്രൈസസ്. ഓക്കെ, ഹിയർ നമ്മൾ ഇൻ്റർമീഡിയറ്റ് കൺസംഷനാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അനദർ പ്രൊഡ്യൂസിങ് എൻ്റർപ്രൈസസിന് പ്രൈസ് പെയ്ഡ് ബൈ എ പ്രൊഡ്യൂസിങ് യൂണിറ്റ്. ഹിയർ നമ്മൾ നോക്കുന്നത് വാല്യൂ ഓഫ് എൻ ഇൻ്റർമീഡിയറ്റ് കൺസംഷനാണ്, അനദർ പ്രൊഡക്ഷന് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ഇൻ്റർമീഡിയറ്റ് കൺസംഷനാണ് വരിക. നമ്മൾ GNP അതിനകത്തൊക്കെ പറഞ്ഞപ്പോഴൊക്കെ ഇതേക്കുറിച്ചുള്ളൊരു ടേം നമ്മൾ അപ്പോൾ ഡിഫൈൻ ചെയ്തിരുന്നു, ഇൻ്റർമീഡിയറ്റ് യൂസ്. അപ്പോൾ മറ്റൊരു പ്രൊഡക്ഷൻ സൈഡിലേക്ക് അല്ലെങ്കിൽ യൂണിറ്റിലേക്ക് സെക്ടറിലേക്ക് ഇത് ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്, അതാണ് ഇൻ്റർമീഡിയറ്റ് കൺസംഷൻ. ഇനി ഇതുള്ളത് വാല്യൂ ഓഫ് കൺസംഷൻ ഓഫ് എ ഫിക്സഡ് ക്യാപിറ്റൽ. ഇവിടെ നമ്മൾ നോക്കുന്നത് ഡിപ്രീസിയേഷൻ ഈസ് എസ്റ്റിമേറ്റഡ് അക്കോർഡിംഗ് ടു ദ റൂൾസ് ആൻഡ് റെഗുലേഷൻസ്. അപ്പോൾ ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്, റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അനുസരിച്ച് ഡിപ്രീസിയേഷൻ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നു. അങ്ങനെയാണ് നമ്മൾ നെറ്റ് വാല്യൂ ആഡഡ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്, എത്രയാണ് വാല്യൂ ആഡ് ചെയ്യപ്പെട്ടത്. അപ്പോൾ ഔട്ട്പുട്ടിൻ്റെ വാല്യൂ എന്താണ്, ഇൻ്റർമീഡിയറ്റ് കൺസംഷൻ്റെ വാല്യൂ എന്താണ്, കൺസംഷൻ ഓഫ് ഫിക്സഡ് ക്യാപിറ്റൽ. അപ്പോൾ നമ്മൾ നോക്കുന്നത് ഡിപ്രീസിയേഷൻ ഈസ് എസ്റ്റിമേറ്റഡ് according to the rules and regulations. Okay. To arrive at a net value added by the enterprises, we deduct the following from the value of output. One is the value of intermediate consumption. Another is value of consumption of fixed capital. The third one is the net indirect tax minus subsidies. By adding the net value added of all producing enterprises in a sector, we get the net value added of industrial sector. Okay. By adding the net value added of all producing enterprises in a sector, we get the net value added of industrial sector. അപ്പോൾ ഇവിടെ നമ്മൾ നേരത്തെ പിന്നെയും കാണുന്നത് ഇത്ര തന്നെയാണ്, net value added of all sectors in the domestic territory of a country gives the NDP at factor cost. Domestic territory of the country. അപ്പോൾ NTP ആണ്. ഓക്കെ, ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് ആണ്. നമ്മൾ NTPയും GDP ഒക്കെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടും നമ്മളതൊക്കെ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതിനകത്തുള്ള തന്നെയാണത്. ഓക്കെ, അപ്പോൾ ഇവിടെ സം ഓഫ് നെറ്റ് വാല്യൂസ് ആഡഡ് ഓഫ് ഓൾ സെക്ടേഴ്സ് ഇൻ ദ ഡൊമസ്റ്റിക് ടെറിട്ടറി ഓഫ് ദ country gives the NTP at factor cost. Okay, സംശയമില്ല എന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്തേക്ക് പോവാം. നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡ്. അപ്പോൾ ഇറ്റ് കൺസിസ്റ്റ് ഓഫ് എ നെറ്റ് കോമ്പൻസേഷൻ ഓഫ് എംപ്ലോയേഴ്സ്, നെറ്റ് ഇൻകം ഫ്രം പ്രോപ്പർട്ടി ആൻഡ് ഓണ്ടർപ്രണർഷിപ്പ്, നെറ്റ് റിറ്റൈൻഡ് ഏർണിംഗ്സ് ഓഫ് റെസിഡൻറ്റ് കമ്പനീസ് എബ്രോഡ്. ഓക്കെ, നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡ് ആണ്. അപ്പോൾ നെറ്റ് കോമ്പൻസേഷൻ ഓഫ് എംപ്ലോയേഴ്സ്, net income from property and entrepreneurship, and net retained earnings of resident companies abroad. By using net factor income from abroad, we can arrive at GNP and NNP at market price and GNP and NNP at factor cost. നമ്മൾ GNPയുടെയും GDPയുടെയും ഡിഫറൻറ്റ് കണ്ടിട്ടുണ്ടായിരുന്നു. ഓക്കെ, GDP പ്ലസ് നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡ് ഒക്കെയാണ് നമ്മൾ ഈ GNP എന്നൊക്കെ പറഞ്ഞ് കാൽക്കുലേറ്റ് ചെയ്തുള്ളത്. ഇനി NNP അറ്റ് ഫാക്ടർ കോസ്റ്റ് ഇത് പറഞ്ഞു കഴിഞ്ഞാൽ നാഷണൽ ഇൻകമാണ്. അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിനകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. NNP അറ്റ് ഫാക്ടർ കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നാഷണൽ ഇൻകമാണ് എന്നുള്ളത്. GNP അറ്റ് മാർക്കറ്റ് പ്രൈസ് കണ്ടിട്ടുള്ളതാണ്. GDP അറ്റ് മാർക്കറ്റ് പ്രൈസ് പ്ലസ് നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡ്. GNP അറ്റ് ഫാക്ടർ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ GDP അറ്റ് ഫാക്ടർ കോസ്റ്റ് പ്ലസ് നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡ്. ഇതൊക്കെ നമ്മൾ ഇതാക്കിയിട്ടുള്ളതാണ്. ഇനി ഇതിൻ്റെ പ്രിക്കോഷൻസ് എടുക്കുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈൽ എസ്റ്റിമേറ്റിംഗ് നാഷണൽ ഇൻകം ദ വാല്യൂ ഓഫ് ഫോളോയിങ് ഐറ്റം ഷുഡ് ബി ഇൻക്ലൂഡഡ്
imputed rent of owner occupied houses, production for self-consumption, on account production of fixed assets by enterprises, government and households. ഇതൊക്കെ നമ്മൾ ഇതിനകത്തേക്ക് നാഷണൽ ഇൻകം എസ്റ്റിമേറ്റിനകത്തേക്ക് നമ്മൾ ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ വാല്യൂ ഓഫ് ഐറ്റം ഷുഡ് ബി എക്സ്ക്ലൂഡഡ് എന്തൊക്കെയാണ്? അതിലൊന്ന് സെയിൽ ആൻഡ് പർച്ചേസ് ഓഫ് സെക്കൻഡ് ഹാൻഡ് ഗുഡ്സ്. കാരണം ഇസ് എ നോട്ട് ഓഫ് ദ പ്രൊഡക്ഷൻ ഓഫ് എ കറണ്ട് ഇയർ. കാരണം ഇത് ഓൾറെഡി പ്രൊഡക്ഷൻ നടത്തിപ്പെട്ടിട്ടുള്ള ഒന്നാണ്. അപ്പോൾ സെയിൽ ആൻഡ് പർച്ചേസ് ഓഫ് സെക്കൻഡ് ഹാൻഡ് ഗുഡ്സ് ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ സെയിൽ ആൻഡ് പർച്ചേസ് ഓഫ് സെക്കൻഡ് ഹാൻഡ് ഗുഡ്സ് ഇൻക്ലൂഡഡ് അല്ല, ബിക്കോസ് ഇറ്റ്സ് എ നോട്ട് എ പാർട്ട് ഓഫ് ദ പ്രൊഡക്ഷൻ ഓഫ് കറണ്ട് ഇയർ. ഇനി മറ്റൊന്നുള്ള സെയിൽ ഓഫ് ബോൺഡ്സ് ബൈ എ കമ്പനി. ഇതുപോലെ തന്നെയാണ് വിച്ച് ഡസ് നോട്ട് കോൺട്രിബ്യൂട്ട് ഡയറക്ട്ലി ടു ദ ഫ്ലോ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. ഓക്കെ, ഒന്നും തന്നെ ഇതിനകത്തേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യപ്പെടുന്നില്ല ഡയറക്ട്ലി ടു ദ ഫ്ലോ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. നമ്മൾ നാഷണൽ ഇൻകത്തിൻ്റെ ഡെഫിനിഷനിൽ തന്നെ കോൺട്രിബ്യൂട്ടഡ് ടു ദ ഫ്ലോ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് എന്ന് പറയുന്ന ഒരു ടേം നമ്മളവിടെ ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ, ആഡഡ് ടു ദ ഫ്ലോ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. അപ്പോൾ ഇവിടെ ഒന്നും തന്നെ ആഡ് ചെയ്യപ്പെടുന്നില്ലാത്തത് കൊണ്ട് സെയിൽ ഓഫ് ബോൺഡ്സ് ബൈ എ കമ്പനി എന്ന് പറയുന്നത് നമ്മൾ ഇവിടെ എക്സ്ക്ലൂഡഡ് ആണ്. ഇൻകം ഓഫ് എ സ്മഗ്ലർ ഇല്ലീഗൽ ആക്ടിവിറ്റിയാണ്. മാത്രമല്ല ഓൾ ടൈപ്പ് ഓഫ് ഇല്ലീഗൽ ആക്ടിവിറ്റീസ് ആർ എക്സ്ക്ലൂഡഡ് ഫ്രം ദ നാഷണൽ ഇൻകം. അപ്പോൾ വാല്യൂ ആഡഡ് മെത്തേഡിൽ ചെയ്യുന്ന അല്ലെങ്കിൽ പ്രൊഡക്റ്റീവ് മെത്തേഡിൽ നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ് ഇപ്പോൾ കണ്ടത്. ഇനി അനദർ മെത്തേഡ് നമ്മൾ ഇൻകം മെത്തേഡിൽ ആണ് അനദർ മെത്തേഡ് വരിക. മുമ്പ് ഇവിടെ പ്രോബ്ലം ഓഫ് ഡബിൾ കൗണ്ടിങ് കൂടി നമ്മൾ പറയുന്നു. ഒന്ന് കൗണ്ടിങ് ദ വാല്യൂ ഓഫ് കമ്മോഡിറ്റി മോർ ദൻ വൺസ് ഇൻ ദ മെഷർമെൻറ്റ് ഓഫ് നാഷണൽ ഇൻകം ഈസ് കോൾഡ് എ ഡബിൾ കൗണ്ടിങ്. നമ്മൾ അത് കണ്ടിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ നാഷണൽ ഇൻകം ഈസ് എ മെഷർ ഓഫ് ഓൾ ദ ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ്ഡ് ആനുവലി ഇൻ എൻ ഇക്കോണമി. അതുകൊണ്ടാണ് നമ്മൾ നേരത്തെ പറഞ്ഞ കുറേ കാര്യങ്ങളൊക്കെ എക്സ്ക്ലൂഡ് ചെയ്യപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഇൻ ഓർഡർ ടു അവോയ്ഡ് ദ പ്രോബ്ലം ഓഫ് ഡബിൾ കൗണ്ടിങ് we use a value added method. Okay, income method. So the method is income method. It's the total money value of all incomes received by a factors of production. We call it as a national income. ഇൻകം മെത്തേഡിൽ നമ്മൾ നോക്കുമ്പോൾ നാഷണൽ ഇൻകം ആയിട്ട് തന്നെയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. നാഷണൽ പ്രൊഡക്റ്റ് ഇൻ എൻ അക്കൗണ്ടിങ് ഇയർ. അപ്പോൾ ടോട്ടൽ മണി വാല്യൂസ് ഓഫ് ഓൾ ഇൻകംസ് റിസീവ്ഡ് ബൈ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. ഓക്കെ, ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ്റെ ഇൻകം ഏർണിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെൻറ്റ്, വേജ്, ഇൻട്രസ്റ്റ്, പ്രോഫിറ്റ്. ഓക്കെ, അപ്പോൾ അക്കോർഡിംഗ് ടു ദ നോർമൽ റെസിഡൻസ് ഓഫ് എ കൺട്രി ഡ്യൂറിംഗ് എ ഇയർ ഈസ് കോൾഡ് എ നാഷണൽ ഇൻകം, ഓർ we call it as an aggregate of factor incomes according to the normal residence of a country during a year is called a national income, or total money value of all incomes received by factors of production, like the rent, like wage, like interest and profit. ഇതിൻ്റെ സ്റ്റെപ്സുകൾ നമ്മൾ പറയുന്നത് പ്രൊഡ്യൂസിങ് എൻ്റർപ്രൈസസ് വിച്ച് യൂസ് ദ സർവീസസ് ഓഫ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. അത് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം. ഐഡൻറ്റിഫൈ ദ പ്രൊഡ്യൂസിങ് എൻ്റർപ്രൈസസ് വിച്ച് യൂസ് ദ സർവീസസ് ഓഫ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. ഏത് തരത്തിലുള്ള സർവീസസുകളാണ് പ്രൊഡ്യൂസിങ് എൻ്റർപ്രൈസസുകളും ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ്റെ ഏത് ടൈപ്പ് ഓഫ് സർവീസുകളാണ് യൂസ് ചെയ്യുന്നത്, ഐഡൻറ്റിഫൈ. അനദർ ഈസ് എ ക്ലാസിഫൈ ദ വേരിയസ് ടൈപ്സ് ഓഫ് ഫാക്ടർ പേയ്മെൻറ്റ്സ്. പേയ്മെൻറ്റ്സിനെ നമ്മൾ ക്ലാസിഫൈ ചെയ്യണം. എസ്റ്റിമേറ്റ് വേരിയസ് കോമ്പോണൻറ്റ്സ് ഓഫ് എ ഫാക്ടർ പേയ്മെൻറ്റ്സ്. ഓക്കെ, ഓരോ ഈച്ച് കോമ്പോണൻറ്റിൻ്റെ ഇടയിൽ നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്യുന്നു. എസ്റ്റിമേറ്റ് ദ നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡ്. ഓക്കെ, അപ്പോൾ ഈ 4 സ്റ്റെപ്സ് നമ്മൾ ഈ ഇതിനകത്ത് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. 4 സ്റ്റെപ്സ് ആണ് നമ്മൾ ഇൻകം മെത്തേഡിനകത്ത് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഒന്ന്, ഐഡൻറ്റിഫൈങ് ദ പ്രൊഡ്യൂസിങ് എൻ്റർപ്രൈസസ് വിച്ച് യൂസ് ദ സർവീസസ് ഓഫ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. Another is classify the various types of factor payments, estimate various components of factor payments, estimate the net factor income from abroad. So domestic factor income is equal to rent, wage, interest and profits. But national income എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ rent plus, wage plus, interest plus, profits plus net factor income from abroad. Precautions എടുക്കേണ്ടത്
ഓൺലി ഫാക്ടർ ഇൻകംസ് ആർ ഇൻക്ലൂഡഡ്. ട്രാൻസ്ഫർ ഇൻകം എക്സ്ക്ലൂഡഡ് ആണ്. Imputed rent of owner-equipped houses is included. Income from illegal activities are excluded. Direct tax like income tax, corporate tax are included. പക്ഷേ വെൽത്ത് ടാക്സ്, ഗിഫ്റ്റ് ടാക്സ് ഒന്നും നമ്മൾ ഇൻക്ലൂഡ് അല്ല. ദേ ആർ എക്സ്ക്ലൂഡഡ്. പെയ്ഡ് ഫ്രം പാസ്റ്റ് സേവിങ് ആൻഡ് വെൽത്ത്. സോ ഈ വെൽത്ത് ടാക്സും ഗിഫ്റ്റ് ടാക്സും എക്സ്ക്ലൂഡഡ് ആണ്. സെയിൽ ഓഫ് സെക്കൻഡ് ഹാൻഡ് ഗുഡ്സ് ആർ എക്സ്ക്ലൂഡഡ്. അപ്പോൾ ഇത്രത്തോളം പ്രിക്കോഷൻസ് എടുത്തുകൊണ്ടാണ് നമ്മൾ ഇൻകം മെത്തേഡിലൂടെ നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുന്നത്. എക്സ്പെൻഡിച്ചർ മെത്തേഡാണ്. ബൈ ആഡിങ് അപ്പ് ഓൾ ദ എക്സ്പെൻഡിച്ചർ മെയ്ഡ് ഓൺ ഗുഡ്സ് ആൻഡ് സർവീസസ് ഡ്യൂറിങ് എ ഇയർ. ഇപ്പോൾ ഇൻകംസ് ക്യാൻ ബി സ്പെൻഡ് ഐദർ ഫോർ കൺസ്യൂമർ ഗുഡ്സ് ഓർ ഐദർ ഫോർ ദ ഇൻവെസ്റ്റ്മെൻറ്റ് ഗുഡ്സ്. അപ്പോൾ ഇവിടെ നാഷണൽ ഇൻകം ക്യാൻ ബി ഇവിടെ എഴുതിയിരിക്കുന്നത് നമ്മൾ നോക്കാം. നാഷണൽ ഇൻകം ക്യാൻ ബി ഡിറൈവ്ഡ് ബൈ സമ്മിങ് അപ്പ് ഓൾ കൺസംഷൻ എക്സ്പെൻഡിച്ചർ ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് എക്സ്പെൻഡിച്ചർ മെയ്ഡ് ബൈ ഓൾ ഇൻഡിവിജ്വൽസ് ആസ് വെൽ ആസ് ദ ഗവൺമെൻറ് ഓഫ് കൺട്രി ഡ്യൂറിങ് എ ഇയർ. ഇത് എക്സ്പെൻഡിച്ചർ മെത്തേഡാണ്. ഓക്കെ, അപ്പോൾ എല്ലാ തരത്തിലുള്ള കൺസംഷൻ എക്സ്പെൻഡിച്ചർ, ഇൻകം ക്യാൻ ബി സ്പെൻഡ് ഫോർ ദ കൺസ്യൂമർ ഗുഡ്സ്, ഇൻകം ക്യാൻ ബി സ്പെൻഡ് ഫോർ ഇൻവെസ്റ്റ്മെൻറ്റ് ഗുഡ്സ്. അപ്പോൾ അങ്ങനൊരു കാൽക്കുലേഷനാണ് നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ എക്സ്പെൻഡിച്ചർ മെത്തേഡ് ഉപയോഗിക്കുമ്പോൾ ചെയ്യുന്നത്. കോമ്പണൻസ് ഓഫ് ഫൈനൽ എക്സ്പെൻഡിച്ചർ, കൺസ്യൂമർ ഓർ household expenditure on consumption goods estimated by multiplying volume of final sales with retail price. അപ്പോൾ ഹൗസ് ഹോൾഡിൻ്റെ അല്ലെങ്കിൽ കൺസ്യൂമർ എക്സ്പെൻഡിച്ചർ നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്യുന്നത്, കൺസംഷൻ ഗുഡ്സിന് വേണ്ടിയിട്ടുള്ള എക്സ്പെൻഡിച്ചർ നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്യുന്നത് മൾട്ടിപ്ലൈയിങ് വോളിയം ഓഫ് ഫൈനൽ സെയിൽസ് വിത്ത് റീറ്റെയിൽ പ്രൈസ് ആണ്. ഇനിയുള്ളത് ഫേംസ് ഓർ പ്രൊഡ്യൂസേഴ്സ് എക്സ്പെൻഡിച്ചർ ഓൺ ക്യാപിറ്റൽ ഗുഡ്സ്. ഓക്കെ, ഇതിനെ നമ്മൾ ഗ്രോസ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്നൊക്കെ വിളിക്കുന്നത്, അല്ലെങ്കിൽ ഗ്രോസ് പ്രൈവറ്റ് ക്യാപിറ്റൽ ഫോർമേഷൻ എന്ന് പറയുന്നു. ഇനിയുള്ളത് ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ ഓൺ ഗുഡ്സ് ആൻഡ് സർവീസസ് ആണ്. ഇതുവരെ നമ്മൾ കണ്ടത് ഹൗസ് ഹോൾഡ് expenditure, firms expenditure. Now we discuss the government expenditure on goods and services. Producer expenditure for capital goods ആണ്. Household expenditure for consumption goods ആണ്. Government expenditure for goods and services. ഏതൊക്കെ ഇതിൽ ഇൻക്ലൂഡഡ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോമ്പൻസേഷൻ ഓഫ് എംപ്ലോയീസ്, പർച്ചേസ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ബൈ ഗവൺമെൻറ്, പർച്ചേസ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ഫ്രം എബ്രോഡ്. ഇതെല്ലാം ഗവൺമെൻറ് എക്സ്പെൻഡിച്ചറിനകത്ത് ഇൻക്ലൂഡഡ് ആണ്. ഓക്കെ, ഇവിടെ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട്, എക്സ്ക്ലൂഡഡ് ട്രാൻസ്ഫർ പേയ്മെൻറ്റ്സ് ആണ്. ഓക്കെ, ട്രാൻസ്ഫർ പേയ്മെൻറ്റ്സ് എക്സ്ക്ലൂഡിങ് ആണ്. ലാസ്റ്റ് ഈസ് എ നെറ്റ് എക്സ്പോർട്ട് ആസ് എ ഡിഫറൻസ് ബിറ്റ്വീൻ ഇമ്പോർട്ട് ആൻഡ് എക്സ്പോർട്ട് ആണ്. എക്സ്പോർട്ടിൻ്റെ ഇമ്പോർട്ടിൻ്റെയും ഡിഫറൻസ് ആണ്. GDP അറ്റ് മാർക്കറ്റ് പ്രൈസ് ആണ്. ഹൗസ് ഹോൾഡ് എക്സ്പെൻഡിച്ചർ ഓർ കൺസംഷൻ എക്സ്പെൻഡിച്ചർ നമ്മളവിടെ ആദ്യം റെപ്രസെൻറ്റേറ്റ് ചെയ്തിരുന്നു, C എന്ന് പറഞ്ഞിട്ട്. പ്രൊഡ്യൂസർ എക്സ്പെൻഡിച്ചർ ആണെങ്കിൽ I, ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ ആണെങ്കിൽ G. അതാണ് കൺസംഷൻ പ്ലസ് കൺസംഷൻ എക്സ്പെൻഡിച്ചർ ഫോർ കൺസ്യൂമർ ഗുഡ്സ്, ഇൻവെസ്റ്റ്മെൻറ്റ് എക്സ്പെൻഡിച്ചർ ഓർ ഫോർ ദ ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ. G at market price, again household expenditure, producers expenditure, government expenditure, net export, X minus CM. ഫാക്ടർ കോസ്റ്റ് വരികയാണെങ്കിൽ GNE അറ്റ് മാർക്കറ്റ് പ്രൈസ്, ഇൻഡയറക്റ്റ് ടാക്സ് മൈനസ് ഇൻഡയറക്റ്റ് ടാക്സ് പ്ലസ് സബ്സിഡീസ്. സോ ഫാക്ടർ കോസ്റ്റ് മൈനസ് ഡിപ്രിസിയേഷൻ ആണ് നെറ്റ് NNE അറ്റ് ഫാക്ടർ കോസ്റ്റ് ഓർ നാഷണൽ ഇൻകം എന്ന് പറയും. ഇവിടെ നമ്മൾ ഡബിൾ കൗണ്ടിങ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എക്സ്പെൻഡിച്ചർ ഓൺ ഓൾ ഇൻ്റർമീഡിയറ്റ് ഗുഡ്സ് ആൻഡ് സർവീസസ് എക്സ്ക്ലൂഡഡ്, ട്രാൻസ്ഫർ പേയ്മെൻറ്റ്സ് ബൈ ഗവൺമെൻറ് എക്സ്ക്ലൂഡഡ്, expenditure on second-hand goods are excluded, expenditure on purchase of new and old shares and bonds should be excluded because they are not payment for goods and services. Okay, അപ്പോൾ ഇതെല്ലാം നമ്മൾ എക്സ്ക്ലൂഡഡ് ആണ് ഇൻ ഓർഡർ ടു അവോയ്ഡ് ദ ഡബിൾ കൗണ്ടിങ്. 2 പ്രാവശ്യം അതിൻ്റെ വാല്യൂ കൗണ്ട് ചെയ്യപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇൻ്റർമീഡിയറ്റ് ഗുഡ്സിൻ്റെ അതൊക്കെ നമ്മൾ ഒഴിവാക്കപ്പെടുന്നത്, ട്രാൻസ്ഫർ പേയ്മെൻറ്റ്സ് ഒഴിവാക്കപ്പെടുന്നത്. ഓക്കെ, എന്താണ് ഇപ്പോൾ നമ്മൾ ഇനി നോക്കുന്നത്? യൂസസ് ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് നാഷണൽ ഇൻകം.
യൂസ്ഫുൾ ഇൻ മെഷറിംഗ് ദ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ഓഫ് എ നേഷൻ. അതൊരു ഇമ്പോർട്ടൻ്റ് ആണ്. ത്രൂ എസ്റ്റിമേറ്റിംഗ് എ പെർ ക്യാപിറ്റ ഇൻകം ഓഫ് ദ നേഷൻ മെഷർ ചെയ്യുന്നതിലൂടെ നമ്മൾ ആ ഒരു സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് കണ്ടീഷൻസ്, ഒരു നേഷൻ്റെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് കണ്ടീഷൻസ് നോക്കാനായിട്ട് നാഷണൽ ഇൻകം കാൽക്കുലേഷൻ അത്യാവശ്യമാണ്, അല്ലെങ്കിൽ നാഷണൽ ഇൻകം എന്ന് പറയുന്നതിൻ്റെ ഒരു എസ്റ്റിമേഷൻ അത്യാവശ്യമാണ്. ടൈം സീരീസ് കമ്പാരിസൺ, ഇയർ ടു ഇയറിൽ നമ്മളൊരു കമ്പാരിസൺ, അത് നമുക്ക് ഗ്രോത്ത്, ഇക്കോണമിയിലെ ഗ്രോത്ത് മെഷർ ചെയ്യാനായിട്ട് നമുക്കത് കൂടാണ്. അപ്പോൾ ടൈം സീരീസ് കമ്പാരിസൺ ഇയർ ടു ഇയറിൽ, കമ്പാരിസൺ ബിറ്റ്വീൻ 2 or more countries ക്യാൻ ബി മെയ്ഡ്. അപ്പോൾ നാഷണൽ ഇൻകം നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ രാജ്യങ്ങൾ തമ്മിലുള്ള ഒരു കമ്പാരിസൺ വരുമ്പോൾ അവിടെ ഗ്രോത്തിൽ അല്ലെങ്കിൽ എന്ത് മാറ്റങ്ങൾ സംഭവിച്ചു, അപ്പോൾ പെർ ക്യാപിറ്റ, അതിലൊക്കെ നമ്മൾ ഈ പെർ ക്യാപിറ്റ ഇൻകം ഒക്കെ നമ്മൾ യൂസ് ചെയ്യും. ഓക്കെ, ടൈം സീരീസ് കമ്പാരിസൺ നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ എവിടെയൊക്കെ നമ്മൾ രാജ്യങ്ങൾ തമ്മിലൊരു കമ്പാരിസണ് നാഷണൽ ഇൻകം നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അനദർ ഈസ് എൻ ഏബിൾ ടു നോ ആൻഡ് അനലൈസ് ദ കോൺട്രിബ്യൂഷൻ മെയ്ഡ് ആൻഡ് പെർഫോമൻസ് ബൈ ഈച്ച് പ്രൊഡക്ഷൻ സെക്ടർ. അതറിയണം. അപ്പോൾ ഈച്ച് പ്രൊഡക്ഷൻ സെക്ടറിൻ്റെ കോൺട്രിബ്യൂഷൻ എത്രത്തോളമാണ്, അങ്ങനെ ഒരു അനാലിസിസ് ഈ നാഷണൽ ഇൻകം കാൽക്കുലേഷന് കിട്ടും. അപ്പോൾ നമുക്കൊരു ഒരു റെക്ടിഫിക്കേഷന് വേണ്ടിയിട്ടുള്ള സ്റ്റെപ്സ് എടുക്കാനൊക്കെ ആയിട്ട് പറ്റും. ഇനിയുള്ളത് ഇൻഈക്വാലിറ്റി മെഷർ, ഇൻകം ഡിസ്ട്രിബ്യൂഷനകത്തുള്ള ഇൻഈക്വാലിറ്റി അത് എത്രത്തോളമാണ് അത് മെഷർ ചെയ്യാം. എന്നിട്ട് അത് കറക്റ്റ് ചെയ്യാനായിട്ടുള്ള മെത്തേഡ്സ് നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റും. വയ ആസ് എ മാക്രോ പോളിസീസ്, വയ ഫിസിക്കൽ പോളിസീസ്. ഓക്കെ, another is revealing the expenditure pattern of a country, measuring the level and pattern of investment. ഇതൊക്കെ നമുക്ക് കിട്ടും. എക്സ്പെൻഡിച്ചർ പാറ്റേൺ, ഇൻവെസ്റ്റ്മെൻറ്റ് പാറ്റേൺ, പിന്നെ ഇനി ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് പാറ്റേൺ അല്ലേ, നെറ്റ് എക്സ്പോർട്ട്, നമ്മൾ നെറ്റ് ഇൻകം ഫ്രം എബ്രോഡ്, ഇതൊക്കെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഒക്കെ നമുക്ക് ഈ ബാലൻസ് ഓഫ് പേയ്മെൻറ്റ്സിനെ കുറിച്ച് അറിയാൻ പറ്റും. നാഷണൽ ഇൻകം ആസ് എൻ ഇൻഡിക്കേറ്റർ ഓഫ് സക്സസ് ഓർ ഫെയിലിയർ ഓഫ് നാഷണൽ പ്ലാനിങ്. അപ്പോൾ ഇത്രത്തോളം ആവശ്യങ്ങൾക്ക് നമുക്ക് ഇത് ഉപയോഗിക്കാനായിട്ട് പറ്റുമെന്നുള്ളതാണ്. അപ്പോൾ നാഷണൽ ഇൻകം കാൽക്കുലേഷൻ ഈസ് എസെൻഷ്യൽ in order to know the economic growth of the economy, in order to know the comparison between 2 or more countries, measuring the standard of living. Okay, analyze the contribution made and performance by each production sector. അതുപോലെ തന്നെ ഇൻഈക്വാലിറ്റീസ് മെഷർ ചെയ്യാൻ, എക്സ്പെൻഡിച്ചർ പാറ്റേൺ, ഇൻവെസ്റ്റ്മെൻറ്റ് പാറ്റേൺ. ഓക്കെ, അപ്പോൾ ഇതൊക്കെ എല്ലാം മെഷർ ചെയ്യാനായിട്ട് നമ്മൾ നാഷണൽ ഇൻകം കാൽക്കുലേഷൻ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് ഇവിടെ എടുത്തു പറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നാഷണൽ ഇൻകം മെഷർമെൻറ്റിനെ നമ്മൾ യൂസ് ചെയ്യുന്നത് 3 രീതികളാണ്. ഒന്ന് പ്രൊഡക്ഷൻ വ്യൂവിലാണെങ്കിൽ, മറ്റൊരു വ്യൂ ഇൻകം വ്യൂവിലാണ്, മറ്റൊന്ന് എക്സ്പെൻഡിച്ചർ വ്യൂവിലാണ്. ഒന്ന് ഔട്ട്പുട്ട് മെത്തേഡ് ഓർ വാല്യൂ ആഡഡ് മെത്തേഡ്, സെക്കൻഡ് മെത്തേഡ് ഈസ് ഇൻകം മെത്തേഡ്, ആൻഡ് തേർഡ് മെത്തേഡ് ഈസ് എക്സ്പെൻഡിച്ചർ മെത്തേഡ്. ഓക്കെ, താങ്ക് യു.